ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. മുരളി കുന്നുംപുറത്ത് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവിന് സുമതിവളം എന്ന ചിത്രവും നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രവും സമ്മാനിച്ച കോടികളുടെ നഷ്ടത്തെക്കുറിച്ചും അദ്ദേഹം അത് കരഞ്ഞുകൊണ്ട് പറയുന്നതും ആയ കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതിന്റെ കടലാസുകൾ എടുത്ത് കാണിക്കുന്നു. ഇത്ര കോടി രൂപ, 7 കോടി രൂപ എന്നാ പറഞ്ഞിരുന്നത്, പക്ഷെ 6,67,00,000 ചില്ലുവാനും രൂപയുടെ ഒരു കണക്കാണ് ടോട്ടൽ ലോസ്. അതില് അഭിലാഷ് പിള്ളയുടെയും ഡയറക്ടർ വിഷ്ണുവിന്റെയും കൈയൊപ്പുമുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. മുരളിയേട്ട, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. താങ്കൾ ഒരു സിനിമയിലൂടെ മലയാളി യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഒരു സന്ദേശമൊക്കെ നൽകി സിനിമാ രംഗത്തേക്കൊക്കെ വന്ന ഒരാളായിരുന്നു. അപ്പോൾ താങ്കളുടെ അങ്ങനെ ഒരു ദയനീയാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ കേരളം മുഴുവൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാം. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ വന്നത്? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അത് ആക്ച്വലി ഒരാഴ്ച മുന്നേ ഇട്ടതാണ്. അത് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് ത്രെഡിൽ പോയി കിടന്നു. ത്രെഡിൽ നിന്ന് ആരോ എടുത്തിട്ട് അത് പിന്നെ ഇന്നലെ എടുത്തതാണ്. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. അതിലൊരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ താങ്കൾ പറയുന്നത് താങ്കളെ കുറേ ആളുകൾ വഞ്ചിച്ചു, സിനിമാ മേഖലയിലുള്ള ആളുകൾ വഞ്ചിച്ചു. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു, അതൊന്ന് അടുപ്പിച്ചെടുത്തു. അതാ സിനിമേൻ്റെ നഷ്ടം 6,67,00,000 സിനിമയുടെ നഷ്ടം. ഇത് അഭിലാഷ് ഒപ്പിട്ടിട്ടുണ്ട്, വിഷ്ണു ഒപ്പിട്ടിട്ടുണ്ട്, പ്രൊഫസർ ഗിരീശൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് സിനിമയുടെ നഷ്ടം. സിനിമയായിട്ട് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വന്ന ആളുകൾ താങ്കളെ പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നു ശരിക്കും? അഭിലാഷ് നല്ല റൈറ്ററാണെന്ന് മാളികപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സുമതി വളവ് അഭിലാഷ് നല്ല റൈറ്ററല്ല. സുമതി വളവ് സിനിമയിൽ അഭിലാഷ് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടല്ല. ഞാൻ അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. വിഷ്ണുവിന് ഡയറക്ഷൻ അറിയില്ല. അത് മാളികപ്പുറം ഡയറക്ടർ ഉണ്ണിമൂന്നനാണ്. അത് പിന്നെയാണ് അറിയുന്നത്. മിക്സിങ്ങിൽ പോയത് ഉണ്ണിമൂന്നനാണ്. ശ്രീ വേണു കുന്നപ്പള്ളി സിനിമയിലെ ഒരു പ്രൊഡ്യൂസറാണ്. വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, ഈ സുമതിവളം എന്ന സിനിമയുടെ കഥ ദുബായിൽ വെച്ച് അദ്ദേഹം നേരത്തെ കേട്ടു. ദുബായിൽ വെച്ച് തന്നെ മുരളി കുന്നുംപുറത്ത് എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രൊഡ്യൂസറുമായിട്ട് കണ്ടതിന് ശേഷം ആ സിനിമ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി വിടാനൊക്കെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റിന്റെ നിലവാരത്തിൽ ഭയങ്കര കുറവുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീ വേണു കുന്നപ്പള്ളി അദ്ദേഹത്തിനായിട്ട് പങ്കുവച്ചു. എങ്ങനെയും ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ശ്രീ മുരളി കുന്നുംപുറത്ത് ആ സിനിമ ചെയ്തു. 5-6 കോടി രൂപയിൽ തീരേണ്ട സിനിമ ഏകദേശം തീർന്നത് 15 കോടിയോളം രൂപ. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ 20 കോടി രൂപയോളം അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശ്രീ വേണു കുന്നപ്പള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെയാണ് ഒരുപാട് സിനിമാ പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുത്തു പോയ സാഹചര്യങ്ങൾ ഇദ്ദേഹം കണ്ടിട്ടുണ്ട് മാത്രമല്ല, നമ്മൾ എത്രയോ സിനിമ ഒരു വർഷം മലയാളത്തിൽ 150-200 സിനിമയ്ക്ക് അടുത്ത് സിനിമകൾ റിലീസാകുന്നതിൽ എത്ര സിനിമകൾ ഹിറ്റാകുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം. വിരളിൽ എണ്ണാവുന്ന അത്രയും സിനിമകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 20 പടത്തിൽ താഴെ ആണ്. 20 പടത്തിൽ താഴെ 10 പടം ഹിറ്റായാൽ അല്ലെങ്കിൽ 15 പടം ഹിറ്റായാൽ അത്രേ ഉള്ളൂ. അത് ലാഭം ഉണ്ടാക്കുന്ന സിനിമകൾ അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ലോസ് ആണ്. എത്ര കോടി രൂപയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ലോസ് ആകുന്നത്? എത്ര പ്രൊഡ്യൂസർമാരാണ് കുത്തുപാള എടുത്തു പോകുന്നത്? നമ്മൾ ആരും അറിയുന്നില്ല. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു, സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷെ അവിടെ നഷ്ടമാകുന്ന ഓരോ പ്രൊഡ്യൂസർമാരും ആറ്റുനോറ്റുണ്ടാക്കിയ പണമാണ്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത്, ഈ പ്രൊഡ്യൂസേഴ്സ് പലരും സിനിമയ്ക്കകത്തേക്ക് ഇൻവോൾവ് ആകുമ്പോൾ അവർക്ക് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. അവരോട് പറയുമ്പോൾ അവർ പണം എടുത്തു കൊടുക്കും. അവരുടേതായ ഒരു സിനിമ ഹിറ്റാക്കി വീണ്ടും പണം ഇരട്ടി ആയി കിട്ടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് സിനിമ എടുത്ത് അവസാനം അതും ഇല്ല ഇതും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുകയാണ്. എത്ര പേര് കുത്തുവാള എടുത്തു പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അത് സിനിമയെ ആയിട്ട് സംബന്ധിച്ച് ഒരുപാട് പേര് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും അവരെയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇനി ഉടനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. സിനിമയുടെ സംവിധായകനായ വിഷ്ണുവും എഴുത്തുകാരനായ അഭിലാഷ് പിള്ളയും. നാളത്തേനാണ് ആ ഒരു പ്രസ് മീറ്റ് വരുന്നത്. എന്തായാലും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടി കേൾക്കാം. കാരണം മാളികപ്പുറം പോലെ ഒരു സിനിമ ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ആളാണ് അഭിലാഷ് പിള്ള. അത് 100 കോടി രൂപയ്ക്ക് മുകളിൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ആ സിനിമയെക്കുറിച്ചും പറയുന്നത് ആ സിനിമ സംവിധാനം ചെയ്തത് ഉണ്ണിമൂന്നനാണെന്നുള്ളതാണ്. ഉണ്ണിമൂന്നനാണ് സിനിമ സംവിധാനം ചെയ്തത് എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഇതിനിടയിൽ കൂടെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഏറ്റവും ചോദ്യചിഹ്നം ഉയരുന്നത്
വിഷ്ണു എന്ന് പറയുന്ന ഡയറക്ടറിലേക്കാണ്. അഭിലാഷ് പിള്ള എഴുത്തുകാരനാണ്, കഥ എഴുതും, തിരക്കഥ എഴുതും. അതിലെ പോരായ്മകൾ അത് എന്താ പറയുന്നത്, ഒരു സിനിമയാകുന്നതിന് മുന്നേ അദ്ദേഹം അത് ഒരു പ്രൊഡ്യൂസറെയും വായിച്ചു കേൾപ്പിച്ച് കൺവിൻസ് ചെയ്യിച്ചതിന് ശേഷമാണ് സിനിമ ചെയ്യുന്നത്. പക്ഷേ എന്തോ പ്രൊഡ്യൂസർമാര് കൺവിൻസ് ആക്കാൻ അദ്ദേഹം പല രീതിയിൽ മിടുക്കനാക്കാൻ മിടുക്കുണ്ടെന്നുള്ള രീതിയൊക്കെയാണ് ഇപ്പോൾ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന എന്താ പറയുക പ്രൊഡ്യൂസർ പോലും പറയാതെ പറഞ്ഞു വെക്കുന്ന ആ പോസ്റ്റില്. എന്തു ആകട്ടെ, അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ആൾ 6 സിനിമയോ മറ്റോ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത സിനിമകളാണ് കടാവർ, മാളികപ്പുറം, പിന്നെ ഇപ്പോഴത്തെ സുമതി വളവ്, അങ്ങനെ ഒരു 6 സിനിമയോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ കഥകളുണ്ട്. ഈ കഥയിലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് എന്താ പറയുന്നത് നല്ല രീതിയിൽ ഒരു സിനിമ ഇറക്കുക. എപ്പോഴും എല്ലാവരും ഫൈനൽ പ്രോഡക്റ്റ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഇറക്കുക എന്നുള്ള ചിന്തയിലാണല്ലോ സിനിമ എടുക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എല്ലാം മറിച്ചാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു ഇതും കൂടെ ഒന്ന് കാണാം. സിനിമയിൽ നിന്ന് മാത്രമാണോ ഇത്രയും വലിയ ഭീമമായ നഷ്ടം സംഭവിച്ചത്, അതോ ബിസിനസ്സിൽ നിന്ന് കൂടിയാണ്? ഇല്ല, സിനിമയിലാണ് എനിക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചത്. പിന്നെ അതിന് സൊല്യൂഷൻ എന്നുള്ള നമ്മുടെ മറ്റേ രേഖാചിത്രം മാളികപ്പുറം ചെയ്ത വേണുകുന്നപ്പള്ളി സാർ വിളിച്ചു, എന്നോട് ചോദിച്ചു എന്താണ് മുരളി ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാണ് ഇട്ടത്, വിഷമിക്കണ്ട, സിനിമ ചെയ്യാം, നമുക്ക് നല്ല കഥയായിട്ട് നമുക്ക് സിനിമ ചെയ്യാം. അഭിലാഷ് ചെയ്ത ശ്രീ മുരളിയുടെ വീഡിയോ തന്നെയാണ് നമ്മൾ ആകെ പറഞ്ഞു വരുന്ന കാര്യം. ഇതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു എന്താ പറയുക ചെയ്തതിൻ്റെ അകത്ത് പറ്റിയ ഒരു അബദ്ധമാണ്. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേണുകുന്നപ്പള്ളി പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഒരു പ്രതീക്ഷയോടുകൂടി ഇൻകം ജനറേഷൻ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ എല്ലാ പ്രൊഡ്യൂസർമാരും. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ അതിൽ നഷ്ടമാണ് ഉണ്ടായി. ഇനിയും ഒരു സിനിമ അദ്ദേഹത്തിന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായി. കാരണം അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ച് ഭയങ്കര രീതിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നിന്നൊക്കെ ഏകദേശം അദ്ദേഹം റിക്കവറായി. ഇനിയിപ്പം അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമയിലെ സുഹൃത്തുക്കളുണ്ടാവും. ഉണ്ണിമൂതൻ ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന്റെ ഒരു റിക്കവർ ആണ്. ഒരു മനുഷ്യൻ എന്നതിൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചാലേ ഉള്ളൂ വീണ്ടെടുത്തുനിന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റുള്ളൂ. എന്താ പറയാ, അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും. നാളെ ഏതായാലും സിനിമയുടെ ഡയറക്ടറും എഴുത്തുകാരനും കൂടി ഒരു പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് അവർ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയത്തില്ല. കാരണം അവരെ സംബന്ധിച്ചു അവർ ഒരിക്കലും ഒരു സിനിമ പൊട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും എഴുതുകയും ചെയ്യുകയും ചെയ്യത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് ഇത്രയും ലോസ് ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം എങ്ങനെ ഉണ്ടായി എന്നുള്ള കണക്കുകളെ കുറിച്ചാണ്. ഇതിന്റെ ഇടയ്ക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു PRO അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അദ്ദേഹത്തിനും കുറച്ച് ടെക്നീഷ്യന്മാർക്കും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേ പണം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അവർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ കുറേ വർക്ക് ചെയ്തിരിക്കുന്ന കുറേ പേർക്കും കൂടെ പൈസ കിട്ടാനുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ സിനിമയുടെ നഷ്ടമുണ്ടായത്? അതോ ഇതിന്റെ ഇടയിൽ കൂടെ ആരെങ്കിലും പണം കൊണ്ടുപോയിട്ടുണ്ടോ? ഇടക്കാരെങ്കിലും പൈസ കൊണ്ടുപോയിട്ടുണ്ടോ? എവിടെയാണ് പൈസ കൂടുതൽ ചെലവായത്? എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നാളെ എഴുത്തുകാരനും സംവിധായകനും ഇരിക്കുമ്പോൾ അറിയാം. മാത്രമല്ല പ്രൊഡ്യൂസറായ മുരളി കുന്നമ്പുറത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് മതിയായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം കണക്കും കാര്യങ്ങളും ത്രൂ ബാങ്കാണ് എല്ലാ പരിപാടിയും പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയത് വെക്കുമ്പോൾ, ഇത്ര രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെലവായെന്ന് പറയുമ്പോൾ മറ്റുള്ളവരും അത് തട്ടിച്ചു നിർത്താനുള്ള രീതിയിൽ കണക്കും കാര്യങ്ങളും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. ഏത് വഴിക്ക് പൈസ പോയെന്നുള്ളത് അറിയണമല്ലോ, അനാവശ്യമായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. സിനിമ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോസേ ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്ത് മെയിൻ കാരണം. സിനിമ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ പണം പൊട്ടും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു സക്സസ് പാർട്ടി നടന്നിരുന്നു. അതിൽ അഭിലാഷ് പിള്ള പറഞ്ഞിട്ടുമുണ്ട് അതിൻ്റെ ഈ സിനിമയുടെ എല്ലാ കാര്യത്തിനും ആവശ്യത്തിന് പണം ചെലവിട്ടോളാൻ ശ്രീ മുരളി കുന്നുമ്പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആകത്തുകയെ മൊത്തത്തിൽ സിനിമ പൊട്ടിയിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ക്വാളിറ്റി മോശമായതുകൊണ്ട് തന്നെയാണ്. സിനിമ മോശം സിനിമ ആയതുകൊണ്ടായിരിക്കണം അത്രയും നഷ്ടമുണ്ടായത്. 6,67,00,000 ചില്ലുവാനം രൂപ നഷ്ടമായിട്ടുണ്ട്.
മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിലും അദ്ദേഹത്തിന് കുറെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. പാളിച്ചകളല്ല, വിശ്വസിച്ചവരൊക്കെ ചതിച്ചിട്ടുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ നിന്നും ഉണ്ടായ ലോസും സിനിമയിൽ നിന്നുണ്ടായ ഹ്യൂജ് ലോസും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ആരാണെങ്കിലും മനസ്സ് തകർന്നു പോകും. എന്തായാലും അടുത്ത ദിവസത്തെ പ്രസ് മീറ്റിലൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ നഷ്ടം എങ്ങനെ നികത്താൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കയ്യിൽ നിന്ന് പോയ പൈസ തിരികെ കിട്ടുമെന്നുള്ളത് ഒരു പിടുത്തവുമില്ല. എങ്ങനെ അത് റിക്കവർ ആകും എന്നുള്ളത്. എന്തായാലും ആള് റിക്കവർ ആയിട്ടുണ്ട്. ആളിനി ഒന്നേന്ന് തുടങ്ങണം. അടയിൽ ഫിനാൻഷ്യലി കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒന്നേന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ക്ലിയറായി തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. തിരിച്ചു വരട്ടെ. കാരണം നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് ആകട്ടെ. അതിനുള്ള എല്ലാവരുടെയും സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.